ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഇതിലെ ഫോക്കസ് പോയിൻ്റ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഈ ചാപ്റ്റർ മൊത്തം ഒരു ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നമുക്ക് ഫോക്കസ് പോയിൻറ്റിലെ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ആദ്യം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ, രണ്ട് പോളിമെറിക് പ്രോട്ടീൻ കൊണ്ടാണ് മസിൽ ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്ന മയോഫൈബ്രിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ആക്റ്റിൻ, മറ്റൊന്ന് മയോസിൻ. അപ്പോൾ ആക്റ്റിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കി അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം. അപ്പം ആക്റ്റിൻ അല്ലെങ്കിൽ തിൻ ഫിലമെൻറ്റ്, രണ്ട് ഫിലമെൻറ്റസ് ആക്റ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദേ ആർ ഹെലിക്കലി വൗണ്ട് ടു ഈച്ച് അതർ. ആൻഡ് an F-actin is a polymer of monomeric G-actins. G stands for globular. Globular actin. ഇപ്പോൾ ഗ്ലോബുലാർ ആക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ, ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ആ പോളിമറിക് സ്ട്രക്ചറാണ് എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ സ്പെറിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ജി ആക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ എഫ് ആക്റ്റിനെ ചുറ്റി ട്രോപ്പോമയോസിൻ എന്ന് പറയുന്ന വേറെ രണ്ട് ഫിലമെൻറ്റസ് പ്രോട്ടീനും അതിനെ ബൗണ്ട് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ. അതേപോലെ തന്നെ അറ്റ് ഇൻ്റർവെൽസ് ദർ ഇസ് അനദർ കോംപ്ലക്സ് പ്രോട്ടീൻ ഇറ്റ് കോൾഡ് ട്രോപ്പോണിൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓൺ ദി ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിൻ്റെ മുകളിൽ മറ്റൊരു പ്രോട്ടീൻ കൂടിയുണ്ട്, അതിന് ട്രോപ്പോണിൻ എന്നാണ് പറയുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ആക്റ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 3 പ്രോട്ടീൻ സബ് യൂണിറ്റുകൾ കൊണ്ടാണ്. ഒന്ന് എഫ് ആക്റ്റിൻ, മറ്റൊന്ന് ട്രോപ്പോമയോസിൻ, മറ്റൊന്ന് ട്രോപ്പോണിൻ. ഈ സ്ട്രക്ചർ അതാണ് അവിടെ ലേബൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മയോസിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പം മയോസിൻ അല്ലെങ്കിൽ തിക്ക് ഫിലമെൻറ്റ് അതും ഒരു പോളിമറിക് പ്രോട്ടീനാണ്, പോളിമറൈസ്ഡ് പ്രോട്ടീനാണ്. അപ്പോൾ അതിലുള്ള മൊണോമർ യൂണിറ്റ്സിന് പറയുന്ന പേര് മീറോമയോസിൻ എന്നാണ് പറയുക. ഓരോ മീറോമയോസിനും 2 പാർട്സാണ് ഉണ്ടാകുക. എ ഗ്ലോബുലാർ ഹെഡ് വിത്ത് എ ഷോർട്ട് ആം ആൻഡ് അപ്പോൾ അതിന് പറയുന്ന പേര് ഹെവി മീറോമയോസിൻ അല്ലെങ്കിൽ HMM എന്നാണ്. ആൻഡ് എ ടെയിൽ, ആ ടെയിലിന് പറയുന്നത് ലൈറ്റ് മീറോമയോസിൻ അല്ലെങ്കിൽ LMM എന്നാണ്. അപ്പോൾ 2 ഭാഗം ചേർന്നിട്ടാണ് ഉണ്ടാകുക. ഒന്ന് HMM ഹെവി മീറോമയോസിൻ, ആ ഭാഗത്ത് ഹെഡ് അതേപോലെ തന്നെ ഒരു ഷോർട്ട് ആം ഉണ്ടാവും. മറ്റൊന്ന് LMM ലൈറ്റ് മീറോമയോസിൻ, അത് ടെയിൽ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതിൽ ഈ HMM കോമ്പോണൻ്റ് അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോർട്ട് ആം പ്രൊജക്ട്സ് ഔട്ട്വാർഡ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് ആംഗിൾസ് ഫ്രം ഈച്ച് അതർ ഫ്രം ദി സർഫസ് ഓഫ് എ പോളിമറൈസ്ഡ് മയോസിൻ ഫിലമെൻറ്റ് ആൻഡ് ഈസ് നോൺ ആസ് ക്രോസ് ആം. അങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഭാഗം ആ ഡയഗ്രത്തിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ഹെഡ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തും അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അപ്പോൾ അതൊരു പ്രത്യേക ആംഗിളിലായിരിക്കും, അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ എന്നാണ് പറയുക. അതാണ് ക്രോസ് ആം എന്ന് പറയുന്നത്. ഈ ഗ്ലോബുലാർ ഹെഡിൻ്റെ പ്രത്യേകതകൾ, ഒന്ന് ഇതൊരു ആക്റ്റീവ് ATPase എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നു. മയോസിൻ ഹെഡ് ATPase എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ATPase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATPനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ATPനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ATPയിൽ നിന്ന് ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഒരു അഡിനോട് 3 ഫോസ്ഫേറ്റ് ചേർന്നതാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ അത്
ആ ബോണ്ടുകളിലാണ് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനർജി റിലീസാവും. അപ്പോൾ എ ടി പി എൻസൈമിൻ്റെ സഹായത്തോടുകൂടി എ ടി പി ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് പോവും. അപ്പോൾ അത് എ ഡി പി ആവും. ആ എ ടി പി എ ഡി പി ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് എനർജി റിലീസാകുന്നത്. ആ എനർജിയാണ് മസിൽ കൺട്രാക്ഷന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ടി പി എൻസൈം. അതുപോലെ തന്നെ ഹെഡിൻ്റെ മറ്റൊരു പ്രത്യേകത, 2 ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. ഒന്ന് എ ടി പി ബൈൻഡിങ് സൈറ്റ്, മറ്റൊന്ന് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്, എ ടി പി ബൈൻഡിങ് സൈറ്റും ഉണ്ട്. അതാണ് അവിടെ ഗ്രീൻ കളറിൽ ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പം ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ആക്റ്റിനോട് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. ഈ എ ടി പി ബൈൻഡിങ് സൈറ്റിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അവിടെ എ ടി പി എൻസൈം പോലെ പ്രവർത്തിച്ചിട്ട് എ ടി പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആവശ്യം. ഇനി മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. അപ്പം സ്ലൈഡിങ് ഫിലമെൻ്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി അനുസരിച്ചാണ് ഈ മസിൽ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ദി തിക് ഫിലമെൻ്റ് സ്ലൈഡ്സ് ഓവർ ദി തിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് തെന്നി മാറും. അതാണ്. This theory states that contraction of a muscle fiber takes place by the sliding of the thin filaments over the thick filaments. അപ്പോൾ തിക്ക് ഫിലമെൻറ്റിൻ്റെ മുകളിലോട്ട് തെന്നി മാറുക. അതാണ് സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി. അപ്പോൾ തിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്റ്റിൻ ആണ്, തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച മയോസിൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത് എന്ന് പറയാം. ആദ്യം തന്നെ മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു മോട്ടോർ നെർവ് വഴി ഒരു സിഗ്നൽ വരും. അവിടുന്ന് ഒരു സിഗ്നൽ അയക്കും. ആ മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു മോട്ടോർ യൂണിറ്റായി. അപ്പം മസിൽ ഫൈബറും മോട്ടോർ ന്യൂറോണും കൂടി ചേർന്നാൽ ഒരു മോട്ടോർ യൂണിറ്റ് ആയി. അപ്പോൾ അവിടെ ഈ മോട്ടോർ ന്യൂറോണും സർക്കോലെമ്മയും തമ്മിൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. ആ ജംഗ്ഷനെയാണ് നമ്മൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കോലെമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മസിൽ ഫൈബറിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ് സർക്കോലെമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആൻഡ് ഈസ് കോൾഡ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ്. ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഒരു ന്യൂറൽ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ, അവിടെ ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മോട്ടോർ ന്യൂറോണിൻ്റെ അവസാനത്ത് നിന്ന് നമുക്കറിയാം സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. അവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഈ മസിൽ ഫൈബറിൻ്റെ സർക്കോലെമ്മേൻ്റെ മുകളിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. സർക്കോലെമ്മയുടെ മുകളിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അവിടെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സിഗ്നൽ മസിൽ ഫൈബറിൽ മൊത്തം സ്പ്രെഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ സർക്കോപ്ലാസ്മിക് റെറ്റിക്കുളം ഉണ്ട്. ആ സർക്കോപ്ലാസ്മിക് റെറ്റിക്കുളത്തിൻ്റെ ഫംഗ്ഷൻ കാൽഷ്യം സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും സർക്കോപ്ലാസത്തിലേക്ക്. വാട്ട് ഈസ് സർക്കോപ്ലാസം? ദി സൈറ്റോപ്ലാസം ഓഫ് മസിൽ ഫൈബർ ഈസ് കോൾഡ് സർക്കോപ്ലാസം. അപ്പോൾ അവിടെ കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ കാൽഷ്യം അയോൺസിൻ്റെ ലെവൽ കൂടുന്നതുകൊണ്ട് ഈ കാൽഷ്യം അയോൺസ് ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുന്നതിന് ഫലമായിട്ട് അപ്പോൾ ട്രോപ്പോണിനുള്ളത് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ട്രോപ്പോണിൻ ടു മാസ്ക് ദി ആക്റ്റീവ് സൈറ്റ്സ് ഫോർ മയോസിൻ. മയോസിൻ ഹെഡ് അറ്റാച്ച് ചെയ്യേണ്ട
അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യേണ്ട ആ സൈറ്റ് അടച്ച് വെച്ചിരിക്കുകയാണ് ട്രോപ്പോണിൻ. കാൽഷ്യം വന്നതോടുകൂടി ആ മാസ്കിങ് അങ്ങ് മാറി. അപ്പം മയോസിൻ ഹെഡ് ബൈൻഡ് ചെയ്യേണ്ട മാസ്കിങ് മാറി. അപ്പോൾ അതേസമയം എ ടി പി എസ് ഉപയോഗിച്ചുകൊണ്ട് മയോസിൻ ഹെഡ് എ ടി പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ എ ടി പി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് ഇവിടെ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞത്. യൂട്ടിലൈസിങ് ദി എനർജി ഫ്രം എ ടി പി ഹൈഡ്രോളിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞു എ ടി പിയുടെ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ എ ടി പി ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനർജി റിലീസാവും, എ ടി പി എ ഡി പി ആയിട്ട് മാറും. അപ്പോൾ ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് മയോസിൻ ഹെഡ് പ്രൊജക്റ്റ് ചെയ്യുകയും ആൻഡ് നൗ ദിസ് മയോസിൻ ഹെഡ് ബൈൻഡ്സ് ടു ദി എക്സ്പോസ്ഡ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ആക്റ്റിൻ ടു ഫോം എ ക്രോസ് ബ്രിഡ്ജ്. അങ്ങനെ ഈ മയോസിൻ ഹെഡ് ഈ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുകയും അവിടെ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുകയും ചെയ്യും. ആൻഡ് ദിസ് പുൾസ് ദി അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി എ ബാൻഡ്. എ ബാൻഡിൻ്റെ നടുക്കോട്ട് പുള്ളി ചെയ്യും, ആക്റ്റിൻ ഫിലമെൻറ്റിനെ പുള്ളി ചെയ്യും. അപ്പോൾ അങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ സെഡ് ലൈൻ ഉള്ളിലോട്ട് നീങ്ങും. അപ്പോൾ അതോടുകൂടി സാർക്കോമിയർ ചുരുങ്ങും. ആ സാർക്കോമിയർ ചുരുങ്ങുന്നതിനാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു സാർക്കോമിയർ? ഒരു മസിൽ ഫൈബറിൻ്റെ ഒരു സെഡ് ലൈൻ മുതൽ അടുത്ത സെഡ് ലൈൻ വരെയുള്ള ഭാഗത്തിനാണ് ഒരു കോൺട്രാക്റ്റൈൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതാണ് സാർക്കോമിയർ. അപ്പം ദർ അക്കേഴ്സ് ദി ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ ആൻഡ് ദാറ്റ്സ് കോൾഡ് കോൺട്രാക്ഷൻ, മസിൽ കോൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. ഇതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് സ്കെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും നമ്മുടെ മുകളിലുള്ളത് നോക്കുക. അപ്പോൾ അടിയിലുള്ളത് മയോസിൻ ഫിലമെൻറ്റും അതിൻ്റെ മുകളിൽ ആ ഹെലിക്കൽ സ്ട്രക്ചർ പോലെ കാണിച്ചിരിക്കുന്നത് ആക്റ്റിൻ ഫിലമെൻറ്റുമാണ്. അപ്പം അതിൻ്റെ ഹെഡ് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. ആ സമയത്ത് കണ്ടില്ലേ എ ഡി പി പ്ലസ് പി എന്ന് പറഞ്ഞാൽ എ ടി പിയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഒഴിവായി, ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഹൈഡ്രോളിസിസ് അവിടെ നടന്നു. എന്നിട്ട് ആ സമയത്ത് അവിടെ എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് മയോസിൻ ഹെഡ് നേരത്തെ പറഞ്ഞാൽ ട്രോപ്പോണിൻ്റെ മാസ്കിങ് മാറിയതുകൊണ്ട് ആ സ്ഥലത്ത് മയോസിൻ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നു. അവിടെ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുന്നു. അതാണ് രണ്ടാമത്തെ, വലതോട്ടാണ് പറഞ്ഞു വന്നത് ആരോ മാർക്കിൻ്റെ. മൂന്നാമത്തേലേക്ക് കണ്ടില്ലേ, ഇറ്റ്സ് പുള്ളിങ് ഓഫ് ആക്റ്റിൻ ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് എ ബാൻഡ് നടുക്കോട്ട് നീക്കുകയാണ് എ ബാൻഡ്. അപ്പോൾ അതാണ് സ്ലൈഡിങ് അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് കാണിച്ചിരിക്കുക, അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ നീക്കിയിട്ട് ഇത് വേർപെടുകയാണ്. അപ്പോൾ വീണ്ടും എ ഡി പിൻ്റെ കൂടി ഒരു ഫോസ്ഫേറ്റ് ചേർന്നിട്ട് എ ടി പി തന്നെ ആവും. അപ്പോൾ അവിടെ എനർജി ഇല്ല, അതല്ലേ, അതോടുകൂടി വേർപെടുകയാണ്. ആക്റ്റിനും മയോസും തമ്മിൽ വേർപെടും. വീണ്ടും കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഇങ്ങനെ തന്നെ, അങ്ങനെ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അതാണ് ഇങ്ങനെ സൈക്ലിക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറിയുടെ ഒരു ഡയഗ്രാമാറ്റിക് സ്കെച്ച്. സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി ഓഫ് മസിൽ കോൺട്രാക്ഷൻ, ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രാമാറ്റിക് സ്കെച്ചാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് 2 സാർക്കോമിയർ കാണാം, 3 സെഡ് ലൈൻ. അപ്പോൾ 2 സെഡ് ലൈൻ ചേരുമ്പോൾ ഒരു സാർക്കോമിയർ, അങ്ങനെ 3 സെഡ് ലൈൻ. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എച്ച് സോൺ കാണാം, ഐ ബാൻഡ് കാണാം, എ ബാൻഡ് കാണാം, ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത്. ആദ്യത്തത് റിലാക്സ്ഡ് ആണ്, രണ്ടാമത്തെ കോൺട്രാക്റ്റിംഗ് ആണ്, മൂന്നാമത്തത് മാക്സിമം കോൺട്രാക്ഷൻ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നോക്കൂ, ആദ്യത്തേൽ എച്ച് സോൺ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, രണ്ടാമത്തേലേക്ക് എത്തിയപ്പോഴത്തേക്കും എച്ച് സോൺ കുറഞ്ഞു, മൂന്നാമത്തേലേക്ക് എത്തിയപ്പോഴത്തേക്കും എച്ച് സോൺ ഡിസപ്പിയർഡ്, എച്ച് സോൺ ഇല്ലാതെയായി. കണ്ടല്ലേ, ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ. ഇതാണ് ഒരു മസിൽ കോൺട്രാക്ഷൻ. ഈ ഡയഗ്രാം പ്രധാനപ്പെട്ടാണ്. ഇനി നമുക്ക് സ്കെലിറ്റൽ സിസ്റ്റം, സ്കെലിറ്റൻ്റെ കുറച്ച് ഭാഗങ്ങൾ പറയാം. അവിടെ റിബ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. റിബ്സ് 12 പെയേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ 24 റിബ്സ് ഉണ്ടാവും. റിബ്സ് എന്ന് പറഞ്ഞാൽ വാരിയല്ലുകൾ. അപ്പോൾ ഒരു റിബ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബോൺ കണക്റ്റഡ് ഡോർസലി ടു ദി വെർട്ടിബിൾ കോളം. ഡോർസലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതുക് ഭാഗത്ത് അല്ലെങ്കിൽ പുറകിൽ വെർട്ടിബിൾ കോളം നട്ടലിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. വെൻട്രലി ടു ദി സ്റ്റേർണം
സ്റ്റേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ബോൺ, ചെസ്റ്റിൻ്റെ നടുഭാഗത്തുള്ള പരന്ന എല്ല്, അതിനോടാണ് മുൻഭാഗത്ത് റിബ്സ് എല്ലാം തന്നെ, എല്ലാമല്ല റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഡോർസൽ സൈഡിൽ ഇനി രണ്ട് ആർട്ടിക്കുലേഷൻ സർഫേസസ് ഉണ്ടാവും. രണ്ട് ആർട്ടിക്കുലേഷൻ സർഫസ് ആണ്, രണ്ട് അറ്റാച്ച്മെൻറ്റ് സർഫസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ റിബ്സിനെ ബൈസെഫാലിക് റിബ്സ് ബോൺസ് എന്നാണ് പറയുക. രണ്ട് അറ്റാച്ച്മെൻറ്റ് ആർട്ടിക്കുലേഷൻ സർഫസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 ജോഡിയെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കും, 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രൂ റിബ്സ് എന്നാണ് പറയുക. ഫസ്റ്റ് 7 പെയർസ്, ആദ്യത്തെ 7 ജോഡി മുകളിൽ നിന്ന് താഴോട്ടാണ്, കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ട്. ആദ്യത്തെ 7 ജോഡിയെ ട്രൂ റിബ്സ് എന്നാണ് പറയുന്നത്. അതിന് കാരണം ഡോർസലി ദേ ആർ അറ്റാച്ച്ഡ് ടു ദി തൊറാസിക് വെർട്ടിബ്രേ, വെർട്ടിബ്രൽ കോളത്തിൻ്റെ തൊറാക്സിൻ്റെ ഭാഗത്ത് വരുന്നത്, അതാണ് തൊറാസിക് വെർട്ടിബ്രേ, അതിനോട് അറ്റാച്ച് ചെയ്യണം. വെൻട്രലി കണക്റ്റഡ് ടു ദി സ്റ്റേണം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹയലിൻ കാർട്ടിലേജ്, കാർട്ടിലേജിൻ്റെ സഹായത്തോടെ വെൻട്രൽ സൈഡിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് സ്റ്റേണത്തിനോടും കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 7 ട്രൂ റിബ്സ് ആണ്. പിന്നീട് വരുന്ന 3 8th 9th ആൻഡ് 10th പെയർസ്, അതിന് വെർട്ടിബ്രോകോൺട്രൽ അല്ലെങ്കിൽ ഫോൾസ് റിബ്സ് എന്നാണ് പറയുക. അങ്ങനെ പറയാൻ കാരണം ഡോർസൽ സൈഡിൽ അത് വെർട്ടിബ്രൽ കോളമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ബട്ട് ഇൻ ഫ്രണ്ട് they are not attached to the sternum but attached to the 7th ribs, 7th pair of ribs. 7th pair of ribsനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഹയലിൻ കാർട്ടിലേജ് കൊണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ വെർട്ടിബ്രോകോൺട്രൽ അല്ലെങ്കിൽ ഫോൾസ് റിബ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് 2 പെയർസ് 11th ആൻഡ് 12th പെയർസ് or ribs are not connected ventrally and they are therefore called floating ribs. അത് മുൻഭാഗത്ത് എവിടെയും കണക്ട് ചെയ്തിട്ടില്ല, അത് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് സോ ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. തൊറാസിക് വെർട്ടിബ്രേ, റിബ്സ് ആൻഡ് സ്റ്റേണം ടുഗദർ ഫ്രോം ദി റിബ് കേജ്, ചെസ്റ്റ് കേജ് ഉണ്ടായിരിക്കുന്നത് ഈ 3 കൂട്ടം ബോൺസ് ചേർന്നിട്ടാണ്. തൊറാസിക് വെർട്ടിബ്രേ, റിബ്സ് ആൻഡ് സ്റ്റേണം. ഇനി ജോയിൻസ്. The place of articulation between 2 or more bones or between a bone and a cartilage is known as joint. അപ്പം എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുക, അല്ലെങ്കിൽ ഒരു എല്ലും ഒരു കാർട്ടിലേജും തമ്മിൽ കൂടിച്ചേരുക, ആ ഭാഗത്തിനാണ് നമ്മൾ ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ അനക്കാൻ സാധ്യമുള്ളൂ, മൂവ്മെൻറ്റ് സാധ്യമുള്ളൂ. അല്ലെങ്കിൽ സ്കെൽട്ടനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് ജോയിൻറ്റിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് 3 തരത്തിലാണ് ജോയിൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫൈബ്രസ് ജോയിൻറ്റ്. ഈ ഫൈബ്രസ് ജോയിൻറ്റിന് ഒരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല. ഫൈബ്രസ് ജോയിൻറ്റ്സ് ഡു നോട്ട് അലോ എനി മൂവ്മെൻറ്റ്. ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഇല്ലാത്ത ജോയിൻറ്റിനാണ് ഫൈബ്രസ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ തലയോട്ടി ഉണ്ടായിരിക്കുന്ന സ്കൾ ബോൺസ്, തലയോട്ടി ഉണ്ടായിരിക്കുന്ന എല്ലുകൾ തമ്മിൽ അവിടെ ഫ്ലാറ്റ് ബോൺസ് ഉണ്ട്. ആ ബോൺസ് എൻഡ് ടു എൻഡ് ഇങ്ങനെ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് സച്ചേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ക്രേനിയം ഉണ്ടായിരിക്കുന്നത്, തലയോട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ എണ്ണങ്ങളൊക്കെ സാധാരണ ക്ലാസ്സിൽ പഠിച്ചാണ്. ആ എല്ലുകൾ കൂട്ടിയോജിപ്പിച്ച് ക്രേനിയം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലുകൾക്ക്, തലയോട്ടിയുടെ എല്ലുകൾ തമ്മിൽ യാതൊരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല. രണ്ടാമത് കാർട്ടിലേജിനസ് ജോയിൻസ് ആണ്. അപ്പോൾ അത് 2 എല്ലുകൾ തമ്മിൽ കാർട്ടിലേജ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ ജോയിൻസ് സ്ലൈറ്റ് മൂവ്മെൻറ്റ്സ്, ചെറിയ അനക്കങ്ങളൊക്കെ അനുവദിക്കും. അപ്പോൾ അത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലുള്ള എല്ലുകൾ, അതിന് വെർട്ടിബ്രേ എന്നാണ് പറയുക, ഓരോ എല്ലുകൾക്കും വെർട്ടിബ്രേ. അപ്പോൾ ആ എല്ലുകളാണ് പിന്നെ കാർട്ടിലേജിനസ് ജോയിൻസിന് എക്സാമ്പിൾ. ആൻഡ് ദേ പെർമിറ്റ്സ് ലിമിറ്റഡ് മൂവ്മെൻറ്റ്സ്, ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ അനുവദിക്കും. അപ്പോൾ കാർട്ടിലേജിനസ് ജോയിൻസ്, ഇൻ കാർട്ടിലേജിനസ് ജോയിൻസ്
The bones involved are joined together with the help of cartilages. The joint between the adjacent vertebrae in the vertebral column is of this pattern and it permits limited movement. ചെറിയ മൂവ്മെൻറ്റ്സ് മാത്രമേ അനുവദിക്കുള്ളൂ. സ്ലൈറ്റ്ലി മൂവബിൾ എന്നൊക്കെ പറയാം. മൂന്നാമത്തത് സൈനോവിയൽ ജോയിൻസ് എന്നാണ് പറയുന്നത്. അപ്പം സൈനോവിയൽ ജോയിൻസ് ആണ് മൂവബിൾ ജോയിൻസ്. നമുക്ക് ശരിക്ക് പൂർണ്ണമായിട്ടും മൂവ് ചെയ്യിക്കാവുന്ന ജോയിൻസ് ആണ് സൈനോവിയൽ ജോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ രണ്ട് ബോൺസ് നമ്മൾ ജോയിൻസ് ആണ്, അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാകും. ആ ഫ്ലൂയിഡിന് സൈനോവിയൽ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഉണ്ടാകുന്ന ക്യാവിറ്റിക്ക് ആരൊക്കെ സൈനോവിയൽ ക്യാവിറ്റി എന്നാകും. അപ്പോൾ രണ്ട് എല്ലുകൾക്കിടയിൽ ഒരു ക്യാവിറ്റി ഉണ്ടാവും, അതിന് സൈനോവിയൽ ക്യാവിറ്റി എന്നാണ്. ആൻഡ് ദിസ് സൈനോവിയൽ ക്യാവിറ്റി ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് ആൻഡ് ഈസ് കോൾഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. ആൻഡ് ദിസ് അറേഞ്ച്മെൻറ്റ് അലോസ് കൺസിഡറബിൾ മൂവ്മെൻറ്റ് ചലനം അനുവദിക്കുന്നതാണ്. എല്ലാ ജോയിൻറ്റും ഒരേപോലെ അല്ല അതിൻ്റെ മൂവ്മെൻറ്റ് അനുവദിക്കുന്നതാണ്. ഓരോ ജോയിൻറ്റിനും ഓരോ പ്രത്യേകതയുണ്ട്. ദീസ് ജോയിൻറ്റ്സ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ആൻഡ് മെനി അതർ മൂവ്മെൻറ്റ്സ്. മറ്റു തരത്തിലുള്ള ലോക്കോമോഷനും മറ്റു തരത്തിലുള്ള ചലനങ്ങളും മൂവ്മെൻറ്റ്സൊക്കെ നമുക്ക് അനുവദിക്കുന്നത് ഈ ജോയിൻസാണ്. അപ്പോൾ നമുക്കത് 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എക്സാമ്പിൾ പഠിക്കാം. ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ആൻഡ് ദീസ് ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗഡിൽ അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് അവിടെ നമുക്ക് ഷോൾഡർ ജോയിൻറ്റിൽ നമുക്കറിയാം അതിന് പെക്ടറൽ ഗഡിൽ എന്നാണ് പറയുക, നമ്മൾ പഠിച്ചാണ്. ആ പെക്ടറൽ ഗഡിലേക്ക് കൈയിൻ്റെ ഹ്യൂമറസ് എന്ന് പറയുന്ന ഏറ്റവും കൈയിൻ്റെ എല്ല് ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ് ഷോൾഡർ ജോയിൻറ്റ്. പിന്നെ ഫീമർ ആൻഡ് പെൽവിക് ഗഡിൽ, നമ്മൾ ഇടുപ്പ് അല്ലെങ്കിൽ അരയുടെ ഭാഗത്ത് കാലിൻ്റെ നീളം കൂടിയ തൈബോൺ ഫീമർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പെൽവിക് ഗഡിലാണ്. അപ്പോൾ ആ ജോയിൻറ്റിന് ഹിപ്പ് ജോയിൻറ്റ് എന്നാണ് പറയുക. ഹിപ്പ് ജോയിൻറ്റ് ഇടുപ്പ് ഭാഗത്തുള്ള ജോയിൻറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പല രൂപത്തിലും ഉണ്ട്. അതെല്ലാം കൂടി ഇവിടെ പറഞ്ഞാൽ കുറേ സമയം എടുക്കും. അടുത്തത് ഹിഞ്ച് ജോയിൻ്റാണ്. ഹിഞ്ച് ജോയിൻറ്റ് ഇൻ എക്സാമ്പിൾ നീ ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ്. കാലിൻ്റെയും കൈയിൻ്റെയും മുട്ട്, കൈമുട്ട് കാൽമുട്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് കൈക്ക് ബലം തരുന്ന രൂപത്തിലാണ് ഉണ്ടല്ലേ. അപ്പോൾ അതും നമ്മുടെ ഒരു ഭാഗത്തേക്ക് മാത്രമേ മടക്കാൻ പറ്റുള്ളൂ, മറുഭാഗത്തേക്ക് പറ്റില്ല. ഹിഞ്ച് ജോയിൻറ്റ്. പിവട്ട് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. അപ്പം ആക്സിസും അറ്റ്ലസും, അറ്റ്ലസ് ഫസ്റ്റ് വെർട്ടിബ്ര എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള ജോയിൻ്റാണ് പിവട്ട് ജോയിൻറ്റ്. അതുകൊണ്ടാണ് നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. കുറച്ച് മൊത്തം റൊട്ടേഷൻ സാധ്യമല്ല, കുറച്ച് ഇടതോട്ട്, കുറച്ച് വലതോട്ട്, കുറച്ച് മുകളിലോട്ട്, താഴോട്ടൊക്കെ നമുക്ക് തല കുനിക്കാൻ കഴിയുന്നത് ഈ പിവട്ട് ജോയിൻറ്റ് സഹായത്തിലാണ്. മറ്റൊന്ന് ഗ്ലൈഡിങ് ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽസ്. കാർപ്പൽസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റിൻ്റെ അവിടെയുള്ള കൈയിൻ്റെ റിസ്റ്റ് ഭാഗമുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലുകൾക്ക് തമ്മിലുള്ള ജോയിൻറ്റിനാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറഞ്ഞ്. മറ്റൊന്ന് സാഡിൽ ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. തമ്പിൻ്റെ കാർപ്പലും മെറ്റാകാർപ്പലും തമ്മിലുള്ള ജോയിൻ്റാണ്. അപ്പോൾ മറ്റ് 4 വിരലിനെ പോലെയല്ല തമ്പ് മറ്റ് 4 വിരലിനും ഓപ്പോസിറ്റാണ്. അപ്പോൾ അതാണ് സാഡിൽ ജോയിൻറ്റ്. അപ്പോൾ 5 ജോയിൻറ്റ്: ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവട്ട് ജോയിൻറ്റ്, ഗ്ലൈഡിങ് ജോയിൻറ്റ് ആൻഡ് സാഡിൽ ജോയിൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ എവിടെയാണ് കാണുന്നതെന്ന് പഠിക്കുക. അടുത്തത് ഡിസോർഡേഴ്സ് ഓഫ് സ്കെൽട്ടൽ ആൻഡ് മസ്കുലാർ സിസ്റ്റം. 3 അസുഖത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്ന് ആർത്രൈറ്റിസ് ആണ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിൻറ്റ്സ്. ജോയിൻറ്റിലുള്ള അതിശക്തമായിട്ടുള്ള വേദന, കാലിൻ്റെ മുട്ട്, കൈയിൻ്റെ മുട്ട്, ഉപ്പൂറ്റി, റിസ്റ്റ് അവങ്ങളൊക്കെ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകും. അപ്പോൾ കാര്യമായിട്ട് കാലിൻ്റെ മുട്ടിലാണ്. അപ്പം അതിനാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഓസ്റ്റിയോപോറോസിസ്. ഇതൊരു ഏജ് റിലേറ്റഡ് ഡിസോർഡറാണ്. അപ്പം ബോൺ മാസ് കുറയുക, എല്ലിൻ്റെ കട്ടി കുറയുക. അങ്ങനെ എല്ലിൻ്റെ കട്ടി കുറയുമ്പോൾ എന്താ പറയുക, ചാൻസ് ഓഫ്
ഫ്രാക്ചേഴ്സ്, ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചേഴ്സ്. ഇപ്പം പ്രായമാകുന്നതനുസരിച്ചിട്ട് എല്ലിൻ്റെ കട്ടി കുറയുക. എല്ലിൻ്റെ കട്ടി കുറഞ്ഞിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവുക. ചെറുങ്ങനെ ഒന്ന് വീണാലോ തട്ടിയാലോ മുട്ടിയാലൊക്കെ പ്രായമായവരുടെ എല്ലുകൾ ഒടിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതിനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളിലാണെങ്കിൽ ഈസ്ട്രോജൻ്റെ കുറവ്. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈസ്ട്രോജൻ പ്രൊഡക്ഷനൊക്കെ നിൽക്കും. നമ്മൾ സെക്കൻഡ് ഇയറിലാണ് ആ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു പ്രശ്നം വരും. അതാണ് ഓസ്റ്റിയോപോറോസിസ്. പിന്നെ ഒന്ന് ഗൗട്ടാണ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. അപ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ജോയിൻറ്റ്സിൽ അടിഞ്ഞുകൂടി ജോയിൻറ്റ്സിൽ അതിശക്തമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്കാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും എപ്പോഴും പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ളൊരു ചാപ്റ്ററാണ്. സമയമെടുത്ത് കേൾക്കുകയും ഒന്നുകൂടി ടെക്സ്റ്റൊക്കെ ഒന്ന് സംശയമുണ്ടെങ്കിൽ വായിക്കുകയും അല്ലെങ്കിൽ എന്നെ വിളിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഇതിൽ കൂടി പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. ക്ലാസ് കേൾക്കുക, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതി വെക്കുക. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ.